ബൈഡൻ ഭരണകാലത്ത് അമേരിക്കയിലേക്ക് കടക്കാൻ അനുമതി നൽകിയ 9 ലക്ഷത്തിലധികം പേരെ പുറത്താക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നു. ബൈഡൻ സർക്കാരിന്റെ കാലത്ത് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ആപ്പ് ഉപയോഗിച്ചാണ് ഭൂരിഭാഗം ആളുകളും അമേരിക്കയിൽ കയറിപ്പറ്റിയത്. 2023 ജനുവരി മുതലാണ് ഈ ആപ്പ് ഉപയോഗിച്ച് ഇത്രയധികം പേർ അമേരിക്കയിൽ എത്തിത്തുടങ്ങിയത്. പരോൾ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു പ്രസിഡൻഷ്യൽ അധികാരത്തിന്റെ പേരിൽ ഇവർക്ക് 2 വർഷത്തേക്ക് അമേരിക്കയിൽ തുടരാൻ കഴിയുമായിരുന്നു. ഈ പരോളുകൾ റദ്ദാക്കുന്നത് രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് എന്നാണ് സർക്കാർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുകയാണെന്നും അമേരിക്കയിലെത്താനായി അവർക്ക് നൽകിയ ആപ്പ് ഉപയോഗിച്ച് തന്നെ സ്വമേധയാ അവർ നാടുവിടാൻ തയ്യാറാകണമെന്നാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അമേരിക്കയിൽ കഴിയുന്നവർ രാജ്യം വിട്ടില്ലെങ്കിൽ അതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും സർക്കാർ താക്കീത് നൽകിയിട്ടുണ്ട്. ഉടനടി അമേരിക്ക വിടണമെന്നും അല്ലെങ്കിൽ ഓരോ ദിവസവും അധികം താമസിക്കുന്നതിന് $1000 പിഴ അടയ്ക്കണം എന്നുമാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1996 നിലവിൽ വന്ന ഒരു നിയമം ഉപയോഗിച്ചാണ് പിഴ ചുമത്താൻ സർക്കാർ തീരുമാനിച്ചത്. 2018 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആദ്യ ടേമിലാണ് ഈ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്. എന്നാൽ 2021 ജോ ബൈഡൻ ഭരണകൂടം ഈ നിയമം താൽക്കാലികമായി നിർത്തിവെച്ചു. ചില സാഹചര്യങ്ങളിൽ $1 മില്യൺ പിഴ ഈടാക്കിയേക്കാം. രാജ്യം വിടാൻ ഉത്തരവ് ലഭിച്ച ഭൂരിപക്ഷം പേരും ഹോണ്ടുറാസ്, എൽ സാൽവദോർ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. മെക്സിക്കോ അതിർത്തിയിൽ ആയിരക്കണക്കിന് കുടിയേറ്റക്കാരെയാണ് തടഞ്ഞത്. പിഴ അടയ്ക്കാൻ തയ്യാറാകാത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഉത്തരവിട്ടിട്ടുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയിൽ നിന്ന് പുറത്തുപോകാൻ വിസമ്മതിച്ച കുടിയേറ്റക്കാർക്ക് $3 ലക്ഷം മുതൽ $5 ലക്ഷം വരെ പിഴ ചുമത്തിയിട്ടുണ്ട്.